ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ പത്തരമാറ്റ് കഥ എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദർശും നയനയും നവ്യയും കൂടി വീട്ടിൽ നിന്ന്, അതായത് നയനയുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് അപ്പോൾ ദേവയാനിയായിട്ടുള്ള ആ ഒരു സംഭാഷണമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദേവയാനി അങ്ങനെ അങ്ങോട്ട് കയറി പോവുകയാണ്. അപ്പോൾ ആദർശ് അറിയും അമ്മ അങ്ങനെ ഓരോന്നൊക്കെ പറയും, നിങ്ങളത് അത്ര ശ്രദ്ധിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ആദർശും അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നവ്യ പറയുന്ന അതിനോട് നിൻ്റെ അമ്മായിയമ്മയുടെ ഈ എന്താണെന്ന് പിടുത്തം കിട്ടുന്നില്ല, സ്വഭാവം എന്താണെന്ന് പിടുത്തം കിട്ടുന്നില്ലല്ലോ, ഇതിപ്പോൾ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ളൊരു അവസ്ഥയാണല്ലോ എന്ന് പറയും. അപ്പോൾ അപ്പോൾ നയനങ്ങനെ ചിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് സ്വഭാവത്തിൽ എന്നുള്ളത് നയനയ്ക്കും അറിയാം. അത് എന്താണെന്ന് അറിയുന്നില്ല, സംഭവം എന്താണെന്ന് മനസ്സിലാവണമില്ല. അത് കഴിഞ്ഞ് അവരും അങ്ങോട്ട് മാറി പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നവ്യ ഇറങ്ങി സ്റ്റെയർ കേസ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അബി കാണാം ഫോണിലിരുന്നിട്ട് ആരോടോ ചാറ്റ് ചെയ്യണു. അപ്പോൾ നവ്യക്കത് കാണുമ്പോൾ പ്രാന്ത് വരികയാണ്. അപ്പോൾ നവ്യ നീ നിൻ്റെ ഈ ചാറ്റിങ് നിർത്തിക്കോ, കണ്ട പെൺകുട്ടികളുള്ള നിൻ്റെ ചാറ്റിങ് നിർത്തിക്കോ, നന്ദു SI ആവാൻ പോവുകയാണ്, അപ്പോൾ നിന്നെയൊക്കെ കയ്യോടെ പിടിക്കുക, അവൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല, അവളുടെ മുന്നിലെങ്ങാനും പോയി പെട്ടിട്ടുണ്ടെങ്കിൽ അവൾ മുഖം നോക്കാണ്ട് പിന്നെ പ്രവർത്തിക്കും എന്നൊക്കെ പറയുക. അപ്പോൾ പറയും, നീ എന്താ നിൻ്റെ അനിയത്തി SI ആന്ന് പറഞ്ഞിട്ട് എന്നെ പേടിപ്പിക്കുകയാണോ? എനിക്കങ്ങനെ പേടിയൊന്നുമില്ല നിൻ്റെ അനിയത്തിയെ, പിന്നെ അത് പേടിക്കേണ്ടവർ പേടിച്ചോട്ടെ. എന്നെ അന്ന് പിന്നെ മലയ്ക്ക് പോയ സമയത്ത് എരുമേലിൽ ഞാനൊന്ന് ക്ഷീണിച്ചപ്പോൾ പോലീസ് SI കൊണ്ടുപോയിട്ട് എന്നെ ഇടിച്ചിരുന്നു, അയാൾക്കുള്ളത് ഞാൻ കൊടുത്തു, അയാളുടെ കൈ അടിച്ചൊടിച്ചത് ഞാനാ എന്നൊക്കെ അങ്ങനെ അബിങ്ങനെ വലിയ വീമ്പ് പറയും. അപ്പോൾ പറയും, പിന്നെ തിരിച്ചും കിട്ടിയില്ലേ, പിന്നെ അയാളുടെ അടുത്ത് പിന്നെയും കിട്ടിയില്ലേ നിനക്ക്, നീ എന്നെ അത് ചോദിച്ചു വാങ്ങിയതല്ലേ എന്നങ്ങനെ പറയും. അപ്പോൾ നീ അതുകൊണ്ട് പിന്നെ സൂക്ഷിച്ചൊക്കെ നടന്നോ എന്നൊക്കെ പറയും, നിൻ്റെ ഈ ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ നിർത്തിക്കോ എന്ന് തന്നെയാണ് നവ്യ പറയുന്നത് കേട്ടോ. അപ്പോൾ അബി പറയും, നിനക്കും വല്ല ജോലിക്കും പോകായിരുന്നില്ലേ, നീ ഇങ്ങനെ പ്രസവിച്ച് കൂട്ടാൻ നിന്നോ എന്ന് പറയും. എന്താ നീ പറഞ്ഞു ചോദിക്കും. അപ്പോൾ നവ്യ, നിൻ്റെ അനിയത്തി പിന്നെ വലിയ ഡിസൈനറായിട്ട് കമ്പനി പോകുന്നുണ്ട്, നിൻ്റെ മറ്റേ അനിയത്തിക്ക് 5 ശമ്പളമുള്ള സർക്കാർ ജോലി കിട്ടുന്നുണ്ട്, നിനക്കെന്താ അറിയുക, ഈ പ്രസവിച്ച് കൂട്ടാനുള്ള നിനക്കെന്താ അറിയുക എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അവളിങ്ങനെ അങ്ങനെ നോക്കുകയാണ് മുഖത്തേക്ക് ഇവൻ്റെ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, മര്യാദയ്ക്ക് നിർത്തിക്കോ, ഈ ഒരെണ്ണത്തിൽ നിർത്തിക്കോ, ഒന്നിനെയും കൊണ്ടാണ് ഞാൻ തോറ്റിരിക്കുക, ഇനി പ്രസവിച്ച് കൂട്ടാൻ നിൽക്കരുത്, ഇതിനും കൊണ്ട് നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അബി അങ്ങോട്ട് കയറിപ്പോട്ടോ. അപ്പോൾ നവ്യയ്ക്ക് ഭയങ്കര സങ്കടം തോന്നും, എന്താണ് ഒരു അച്ഛനാവാൻ പോവുകയാണ്, പക്ഷെ അവനതിൻ്റെ ഒരു സ്നേഹമോ ഒരു പരിഗണനയോ ഒന്നും നവ്യയ്ക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ അവൾക്കത് ഭയങ്കര വിഷമാവും കേട്ടോ. വിഷമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണേ. അത് കഴിഞ്ഞ് നമ്മളുടെ എന്താ പറയുക, ദേവയാനി ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കുകയാണ്. ചായ കുടിക്കുന്ന സമയത്ത് പിന്നെ ഇവിടെ അനാമിക അങ്ങോട്ട് ഇങ്ങനെ വരും. ഇപ്പോൾ പുറത്ത് സിറ്റ് ഔട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ, മോളെ നീ ചായ കുടിച്ചോ എന്ന് ചോദിക്കും. ഇല്ല വല്യമ്മേ എന്ന് പറയും. അതെന്താ ചായ കുടിക്കാത്ത, വാ ചായ എടുത്ത് തരാൻ പറയും. എനിക്കതിനോടൊന്നും താല്പര്യമില്ല, ചായ ഒന്നും കുടിക്കാൻ തോന്നുന്നില്ല വല്യമ്മേ എന്ന് പറയും. അപ്പോൾ എന്താ കാരണം, എന്താ പറ്റിയേ? അവളോട് ഞാൻ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞതാണ് നന്ദുവിനോട്, എന്നിട്ട് അവളിവിടെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വന്നിരിക്കുകയല്ലേ. ഇപ്പോൾ വല്യമ്മയ്ക്കാണെങ്കിൽ അവരോട് വലിയ പഴയത് മാതിരിയുള്ള ദേഷ്യമില്ല. അപ്പോൾ അതൊക്കെ തന്നെയാണ് അവളിങ്ങോട്ട് വന്ന് എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി വരികയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും, അവൾ നല്ലൊരു കാര്യമല്ലേ മോളെ ചെയ്തത്, അവൾക്ക് നല്ലൊരു ജോലി കിട്ടി, അത് പറയാനല്ലേ അവൾ വന്നത്, അന്ന് അവൾക്ക് എന്താ ഫോണിൽ പറഞ്ഞാൽ പോരെ, ഇങ്ങോട്ട് തന്നെ വരണമെന്ന് എന്താ നിർബന്ധം, അപ്പോൾ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം നമ്മുടെ നയന തുണികൾ എന്തോ എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നയന അവിടെ നിന്നതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സംഭാഷണം ശ്രദ്ധിച്ചിട്ട് നയന അവിടെ നിൽക്കുക. അപ്പോൾ പറയും, എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല, കാരണം അവളുടെ സന്തോഷം അവളുടെ ചേച്ചിമാരോട് പറയാൻ വേണ്ടി വന്നു, പിന്നെ അതുമല്ല മോളെ, എനിക്ക് പഴയതുമാതിരി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല, കാരണം അച്ഛനും അമ്മയ്ക്കും നയനല്ലാണ്ട് പറ്റില്ല, അതുപോലെ എൻ്റെ മോനും അവളില്ലാതെ പറ്റില്ല, അവിടുന്ന് നയന പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ കാണണം, എനിക്കെന്തായാലും അതിനോട് താല്പര്യമില്ല എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോഴും ഇവളുടെ മുഖം തെളിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ എന്താണ് ഇങ്ങനെ പിന്നെ അവൾ എന്തൊക്കെയായാലും എന്നെ ഇതാക്കാൻ നടക്കുന്നതാണ്, എന്നെ അനിയൻ തെറ്റിക്കാൻ നടക്കുന്നതാണ്, അങ്ങനെയാണെന്നൊക്കെ ദേവയാനിയുടെ അടുത്ത് ഇങ്ങനെ കുറ്റം പറയും. ദേവയാനി അതിനുള്ള സോഫ്റ്റായിട്ടുള്ള മറുപടി തന്നെയാണ് അവർ കൊടുക്കുന്നത്. ഒരിക്കലും നയനയുടെ വീട്ടുകാരെയോ കുറ്റം പറഞ്ഞിട്ടല്ല അവർ മറുപടി കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ
ഇവക്ക് ദേഷ്യമാണ് ഉണ്ടാക്കുന്നത് അനാമികയ്ക്ക്. അപ്പോൾ അനാമികേൻ്റെ അടുത്ത് മനസ്സിലിങ്ങനെ പറയും, നീയല്ല ഇനി ആര് വന്ന് പറഞ്ഞാലും എൻ്റെ മരുമകളെ വിട്ട് ഞാൻ ഒരു ഇതിലും നിൽക്കില്ല, അവളെ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അവളുടെ വീട്ടുകാർ എൻ്റെ കൂടെ തന്നെ വേണം എന്നിങ്ങനെ അവർ മനസ്സിൽ പറയുകയാണ് കേട്ടോ. അത് പറഞ്ഞിട്ട് എനിക്കതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല വല്യമ്മ, എനിക്ക് പോകണം, ഞാൻ ഇവിടുന്ന് പോവും എന്നൊക്കെ പറഞ്ഞാൽ അവളുടെ ഒരു നമ്പറാണ്, ഞാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവളോട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ നയന അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താ ഒളിച്ച് നിന്ന് കേൾക്കുകയാണോ എന്ന് പറയുമ്പോൾ അതിനെന്താ നോക്കും. അതിലറിയും, നിങ്ങളുടെ അനിയത്തിയുടെ കാര്യം പറയും, നാളല്ലാണ്ട് പിന്നെ ഇങ്ങോട്ട് വരുന്നത് എന്ന് പറയും. വന്നോട്ടെ, അതിനെന്താ, എൻ്റെ അനിയത്തി ഞങ്ങളെ കാണാനാണ് ഇങ്ങോട്ട് വരുന്നത്, ഇനിയിപ്പോൾ അവൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അവളെ ഞാൻ വിളിച്ച് വരുത്തും എന്ന് പറയും. കാരണം നയനയ്ക്കറിയാം മനസ്സുകൊണ്ട് ദേവയാനി അവർക്ക് സപ്പോർട്ടാണെന്ന് നയനയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ പറയും, ഒരു പെൺകുട്ടികളും ഇഷ്ടപ്പെടാത്ത ജോലിയാണ് ചെയ്യുന്നത് അവൾ എന്ന് പറയും. ആര് പറഞ്ഞു ഇഷ്ടപ്പെടാത്ത ജോലിയാണെന്ന്? അവൾക്ക് ഇഷ്ടമാണ്, അവൾക്ക് ആ ജോലിയോടാണ് താല്പര്യം. അപ്പോൾ പിന്നെ പോവാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾ പേടിത്തൂറികളായിട്ടാവും, അല്ലെങ്കിൽ അവർക്ക് ഇതായതുകൊണ്ടാവും അവർ പോവാത്തത് എന്നിങ്ങനെ പറയും. അപ്പോൾ നയന നല്ല മറുപടി കൊടുക്കുന്നുണ്ട് ഇവളുടെ അനാമികയ്ക്ക്. അനാമിക പറയുന്നതിനനുസരിച്ച് നല്ല. അപ്പോൾ നമ്മുടെ ദേവയാനി ഇതൊക്കെ നോക്കി നിന്ന് ചിരിച്ച് നിൽക്കുകയാണ്, ഇവരുടെ സംഭാഷണം കേട്ടിട്ട് നിന്നിങ്ങനെ ചിരിക്കുകയാണ്. കാരണം നയന നല്ല മറുപടിയാണ് അനാമികയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ പറയും, നിനക്ക് താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ എൻ്റെ അനിയത്തിക്ക് താല്പര്യമാണ്, എൻ്റെ അനിയത്തി ആഗ്രഹിച്ച ജോലിയാണത്, അതുകൊണ്ട് തന്നെയാണ് അവൾ അതിന് പോണത് എന്നൊക്കെ പറയും. അപ്പോൾ പറയും, ആയിക്കോട്ടെ, അതിനെന്തിനാ ഇങ്ങോട്ട് വരുന്ന വയ്ക്കുമ്പോൾ, ഇങ്ങോട്ട് വന്നാൽ എന്താ, അവളുടെ ചേച്ചിമാർ അവിടെ 2 പേര് ഇവിടെ ഉണ്ട്, ഞങ്ങളെ കാണാനില്ലേ അവൾ ഇങ്ങോട്ട് വരുന്നത്, അവൾ ഇനിയും വരും, ഇനി വന്നില്ലെങ്കിൽ ഞങ്ങൾ വിളിച്ച് വരുത്തും എന്നൊക്കെ ഇങ്ങനെ നയനങ്ങനെ മറുപടി കൊടുക്കുക. അതിൽ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ചാടിത്തുള്ളി അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ ദേവയാനി എന്നിട്ട് ഇവളെങ്ങനെ നോക്കി ചിരിക്കുകയാവും. പിന്നെ അനാമിക പോയ ശേഷം പിന്നെ അവർ അവളെ മുഖത്തേക്ക് നോക്കും, താഴെ നോക്കും. കാരണം അവർ അവളെ മുന്നിൽ ദേഷ്യം അഭിനയിക്കണമല്ലോ. അപ്പോൾ ഇവളിങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ ദേവയാനി പോവും, എൻ്റെ അമ്മായിയമ്മയുടെ മനസ്സ് പിടികിട്ടുന്നില്ലല്ലോ, എന്താ സംഭവം, എന്തായാലും പഴയ മാതിരിയില്ല, ഉള്ളുകൊണ്ടൊരു സപ്പോർട്ടുണ്ട് ഇപ്പോൾ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ നയന. അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് ജലജയ്ക്ക് കുതന്ത്രങ്ങൾ മെനയണമല്ലോ. ജലജയും ജാനകിയും അനാമികയും കൂടെ ഭയങ്കര ചർച്ചയിലാണ്. അപ്പോൾ പറയും, ജാനകി നിൻ്റെ മരുമകളെ ഇവിടുന്ന് തല്ലി ഓടിച്ചിട്ട് അവളുമാരുടെ അനിയത്തീനെ ഇവിടെ കൊടുന്ന് വാഴിക്കാനാണ് അവളുമാർ ശ്രമിക്കുന്നത്. ഇങ്ങനെ പോയാൽ എല്ലാവരുടെയും നിലനിൽപ്പ് തന്നെ പ്രശ്നമാവും. ഇപ്പോൾ കണ്ടില്ലേ, അവൾ കമ്പനിയിലെ ടോപ്പായിരിക്കുകയാണ്, ഇനി മെല്ലെ മെല്ലെ അവൾ കമ്പനിയും ഒക്കെ അവൾ ആദർശം കൂടെ പിടിച്ചടക്കും, നമ്മൾക്കൊന്നും ഒരു വിലയും ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറയും. ഇപ്പോൾ എനിക്ക് 3 കമ്പനി 3 ഇത് കൊടുത്തിട്ടുണ്ടല്ലോ, ജ്വല്ലറി കൊടുത്തിട്ടുണ്ടല്ലോ, അങ്ങോട്ട് എന്തുകൊണ്ടാണ് പിന്നെ ഇവളെ അനാമികയെ കൊണ്ടാവത്ത്? അതേ ചോദ്യം അനാമിക ഇവരോട് ചോദിക്കുന്നുണ്ട്, ദേവയാനീനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, മോളവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ, കാരണം എപ്പോഴും തമ്മിൽ തല്ലിയിട്ടാണ് 2 പേരും, പിന്നെ അവിടെ പോയിട്ടും തമ്മിൽ തല്ലണോ, അപ്പോൾ അതുകൊണ്ടാണ് നിന്നെ വിടാത്തത് എന്നാ പറയുന്നത്. അവൾക്ക് ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും പോയിട്ട് ഇത് മുഴുവൻ കട്ടുപിടിക്കണം അനാമികയ്ക്ക്. അതാണ് അവളുടെ ഒരു പ്ലാനിങ് ഇപ്പോൾ അവിടെ നടക്കുന്നില്ല, ഒന്നാമത്തെ പ്രശ്നം അതാണ്. അപ്പോൾ ഓരോരോ കുതിത്തിരിപ്പുകൾ ഉണ്ടാക്കുക. അപ്പോൾ ജലജയും പിന്നെ ഇവരുടെ 3 സംഭാഷണമാണ്. അപ്പോൾ പറയും, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ അവസരം നമ്മുടെ നിലനിൽപ്പ് തന്നെ പ്രശ്നവും, അതുകൊണ്ട് നയനേനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഓടിച്ച് വിടണം, നയനേനെ ഇവിടുന്ന് ഓടിക്കാൻ എന്തെങ്കിലും വഴി കണ്ടെത്തണം എന്ന് പറയും. അപ്പോൾ ജാനകി പറയും, പിന്നെ എന്ത് വഴി നമ്മൾ കണ്ടെത്തുക, പറയും ആദ്യം ഇവർ രണ്ടാളെയും തെറ്റിക്കണം, അതായത് ആദർശനെയും നയനേനെയും തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായി കാര്യങ്ങൾ, വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും എന്ന് പറയും. ഇപ്പോൾ പിന്നെ ദേവടുത്തി പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ അവളെ മനസ്സുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയാം, അത് എഴുത്തീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്കൊരു മോനേ ഉള്ളൂ, പിന്നെ മരണത്തിൻ്റെ പക്കന്ന് തിരിച്ച് വന്നതല്ലേ അവർ, അപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല നമ്മൾ. അവളെങ്ങാനും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആദർശിൻ്റെ ജീവിതവും അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കാര്യം ഓർത്തിട്ടാണ് പിന്നെ ദേവടുത്തി പിന്നെ മിണ്ടാണ്ട നിൽക്കുന്നുണ്ട്. ദേവടുത്തിയുടെ അടുത്ത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാവുന്നതുള്ളൂ, ചിലപ്പോൾ ദേവടുത്തിക്ക് അവൾ ഇവിടുന്ന് പോകണം തന്നെയൊക്കെ ആവും
എന്നൊക്കെ പറയും. പുറമേ അത് കാണിക്കാൻ പറ്റില്ലല്ലോ, കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ അവരെ വെറുത്താലോ എന്ന് പേടിച്ചിട്ടാണ് ദേവെടുത്തി ഇപ്പോൾ മിണ്ടാണ്ടിരിക്കുന്നത് എന്നാണ് നമ്മളുടെ ജലജ പറയുന്നത്. അപ്പോൾ പറയും എങ്ങനെയെങ്കിലും നമുക്ക് അവളെ ഓടിക്കണം. പറയും എങ്ങനെ ഓടിക്കും നോക്കി ജാനകി, അതിനൊക്കെ നമുക്കൊരു വഴി കണ്ടെത്താമെന്നൊക്കെ പറയും. അപ്പോൾ അല്ലാണ്ട് നമുക്ക് ആർക്കും നിലനിൽപ്പില്ല ഇവിടെ. കാരണം അവൾ വരികയാണ് മുന്നിൽ, ടോപ്പിലെത്തിക്കൊണ്ടിരിക്കുകയാണ് അവൾ. ലക്ഷങ്ങൾ അവളുടെ കുടുംബത്തിന് നമ്മളുടെ ജ്വല്ലറിക്ക് വേണ്ടി അവൾ നേടിക്കൊടുക്കേണ്ടത്. അപ്പോൾ അവളാണ് അവിടുത്തെ മറ്റേ വലിയ ഡിസൈനർ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് നമ്മളുടെ കമ്പനിക്ക് കിട്ടണമുണ്ട്. പക്ഷെ അവർ തമ്മിൽ തെറ്റിക്കണം, അതിനെന്താ വഴി എന്നാണ് ആലോചിക്കേണ്ടതെന്ന് പറയും. അപ്പോൾ പറയും എങ്ങനെ എന്ത് വന്നാലും വേണ്ടില്ല അവർ തമ്മിൽ തെറ്റിക്കണം എന്ന് അനാമികയും ജാനകിയും കൂടെ അങ്ങനെ പറയുക. അപ്പം ഒരു വഴിയുണ്ട്, ഞാനതൊന്ന് ആലോചിക്കട്ടെ എന്നങ്ങനെ പറയും. കാരണം കുതന്ത്രങ്ങളുടെ രാജ്ഞിയാണ് ജലജ. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ജലജ അങ്ങോട്ട് പോവുകയും ചെയ്യും. അത് കഴിയുമ്പോൾ ജാനകി അനാമികയും കൂടി പറയും ഇവളെ ഒന്ന് തിളപ്പിച്ച് വിട്ടാൽ മതി, ബാക്കിയൊക്കെ ഇവള് നോക്കിക്കോളും. ഇവളെ പിന്നെ ഇവൾക്ക് അതിൻ്റെ ഇതൊക്കെ ഐഡിയകളൊക്കെ അറിയാം. അങ്ങനെ അമ്മായിയമ്മയും മകളും കൂടി ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ജലജയ്ക്കൊന്ന് സ്ക്രൂ നല്ല മുറുക്കി കൊടുത്തു കഴിഞ്ഞാൽ ജലജ നിന്ന് തുള്ളിക്കോളും എന്ന് അവർക്ക് അറിയാം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് പിന്നെ നമ്മളെ എന്താ പറയുക, ഇവർ ദേവയാനി ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ പറയും അന്തു മിടുക്കി കുട്ടിയാണ്, അവൾ ആദർശ ഗിഫ്റ്റ് കൊടുത്തു, എന്നാലും അവരുടെ വീട്ടിൽ ശരിക്കും ഞാനും കൂടെ പോയിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കേണ്ടതായിരുന്നു, അവളെ പോലെ ഒരു നല്ലൊരു മിടുക്കി കുട്ടി ആണ് വരേണ്ടത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അവരിങ്ങനെ ചിന്തിക്കുക. അപ്പോൾ അതിന് ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഞാനിപ്പോൾ അവിടെ പോയി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അറിയില്ലേ എന്താണ് പ്രശ്നം എന്നുള്ളത്, അറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ കാണാം ജലജ അങ്ങനെ വരും. ജലജ വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എടുത്തി എന്ന് വിളിക്കും. അപ്പോൾ എന്തേ എന്ന് വെച്ചിട്ട് വരും കേട്ടോ. അല്ല എടുത്തി ഇതൊക്കെ കാണുന്നില്ലേ അറിയുമ്പോൾ എന്തേ എന്ന് വയ്ക്കും. അല്ല നയനി ആദർശും പിന്നെ നയനെ കണ്ടില്ലേ, നയനയുടെ അനിയത്തി ഇതാ ഇപ്പം ഇങ്ങോട്ട് വരുന്നതിന് ആ അനാമിക കൊച്ച് ഭയങ്കര വിഷമത്തിലാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ജലജയെ എന്ന് ചോദിക്കും ദേവയാനി. അതിൽ പറയും എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ആ കൊച്ചിന് ഭയങ്കര വിഷമം, ആ മോൾ ആകെ സങ്കടപ്പെട്ടിരിക്കുക നന്ദു വന്നിട്ട്. ഇവർ നോക്കുമ്പോൾ ഏത് നേരെ രണ്ടുപേരും തമ്മിൽ ബഹളവും ഒക്കെയാണ്. അപ്പോൾ അതും കൊണ്ട് പിന്നെ ആ നയനേനെ ഇവിടുന്ന് ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൾ ഇങ്ങോട്ട് വരില്ല. പിന്നെ നവ്യ 7 മാസമാകുമ്പോൾ അവളും പോകും. അപ്പോൾ പിന്നെ ആ കൊച്ചിന് സമാധാനമായിട്ട് ഇവിടെ ഇരിക്കുക. അതിനെന്താ വഴി എടുത്ത് വയ്ക്കുമ്പോൾ അതിനെന്താ വഴി. അപ്പോൾ ഇങ്ങനെ ദേവയാനിക്ക് ഇങ്ങനെ മനസ്സിലിങ്ങനെ ക്ലിക്ക് ചെയ്യും. അപ്പോൾ പറയാം ഇവളെന്തോ കുതന്ത്രം ഒപ്പിക്കുന്നുണ്ട് സംഭവം എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം, പിന്നെ അല്ലാണ്ട് എങ്ങനെ പോയാൽ പറ്റില്ല എന്നൊക്കെ അങ്ങനെ പറയുകയാണ് നമ്മുടെ ജലജ. അപ്പോൾ പറയും എന്താ ചെയ്യുക നോക്കി. അപ്പോൾ പിന്നെ ദേവയാനി പറയും ഇവളെന്തോ ചെയ്യാനുള്ള പരിപാടിയാണ്, എന്തായാലും ഇവളെ കൂടെ നിൽക്കാം, എന്താണെന്ന് അറിയാലോ എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ പറയും ആദർശൻ്റെ ജീവിതത്തിൽ നിന്ന് അവളൊന്ന് പോയി കിട്ടിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ ദേവയാനിൻ്റെ അടുത്ത വഴിക്ക് പറയാം. എനിക്കാണെങ്കിൽ പുറത്തുനിന്നൊന്നും ചെയ്യാനും പറ്റില്ല, അച്ഛനും അമ്മയും ചേട്ടനൊക്കെ പിന്നെ എന്നെ കുറ്റപ്പെടുത്തില്ലേ, മോനും എന്നെ കുറ്റപ്പെടുത്തില്ലേ, അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ പറയാം എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം, അല്ലാണ്ട് എങ്ങനെ പോയാൽ ശരിയാവില്ല, അവൾ കയറി വരികയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നയനയുടെ കുറ്റങ്ങൾ കുറേ അങ്ങോട്ട് പറയും കേട്ടോ. അപ്പോൾ ദേവയാനിക്ക് ദേവയാനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ദേവയാനി എപ്പോഴും പറഞ്ഞു ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ മരുമകളെ തള്ളി പറയില്ല, അവളുടെ വീട്ടിൽ ഞാൻ തള്ളി പറയില്ല എന്നൊക്കെ മനസ്സിൽ അവർ പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് വെളി പറയുന്ന നിവൃത്തിയില്ല. അപ്പോൾ അങ്ങനെ ജലജ പറയുകയാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ വഴി കണ്ടുപിടിക്കും. ഇപ്പോൾ അവളുണ്ടല്ലോ, അവളും ഉണ്ടല്ലോ അവിടെ തന്നെയല്ലേ അബിനെയും കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ. കാരണം അവൾ ജലജ പറഞ്ഞ പോലെ തന്നെ ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ പോയിട്ട് അബീനെ പോയി പിടിക്കും. അബീൻ്റെ അടുത്തും അബീനെ ചട്ടം കെട്ടുകയാണ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് അവളെ പുറത്താക്കണം, നീ അത് ശ്രദ്ധിക്കണം പറയും. ഒരു അബദ്ധം പറ്റിയ പോലെ ഇനിയും പറ്റരുത്, അതുകൊണ്ട് നീ അത് വളരെ നോക്കണം. അപ്പോൾ അതും അമ്മേനെ പറഞ്ഞു തന്നതല്ലേ എന്ന് പറയും. അതിപ്പോൾ ആരായാലും 50 ലക്ഷം ഇപ്പോൾ വെറുതെ കൊടുക്കാൻ സമ്മതിക്കടാ. അതുപോലെയല്ല ഇവരെ രണ്ടുപേരും കൂടിയും തമ്മിൽ തല്ലിക്കണം, അതിനുള്ള വഴിയാണ് നമ്മൾ കണ്ടുവെക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ ആദർശിനെയും നയനേനെയും കൂടെ തമ്മിൽ തല്ലിക്കാനുള്ള ഓരോരോ വഴികൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ സ്വർണം കട്ടുന്നാക്കാനാണ് തോന്നുന്നു പ്ലാൻ. അത് അബി കൊണ്ടുപോയി ഇവളുടെ ക്യാബിനിൽ കൊണ്ടുവയ്ക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ ആദർശിന് ഇവളോട് വെറുപ്പ് തോന്നുമല്ലോ, അതൊക്കെയാണ് തോന്നുന്നു ഇവരുടെ മനസ്സിലിരിപ്പ്. എന്തായാലും പക്ഷേ അതിന് കൂട്ടുപിടിച്ചിരിക്കുന്ന ആളാരാ, നമ്മളെ ദേവയാനി.
ദേവേനിക്ക് ഏടത്തിക്ക് അവൾ ഇവിടുന്ന് പോയാൽ കൊള്ളാൻ തന്നെയാണ് മനസ്സിൽ. അതുകൊണ്ട് ഏടത്തി നമ്മളെ കൂടെ നിൽക്കും, ഉള്ളുകൊണ്ട് അവർ നമ്മളെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയും. എന്നിട്ടാണോ അന്ന് പിന്നെ ഇതിൻ്റെ ലിവറിൻ്റെ പ്രശ്നം വന്നപ്പോൾ വല്യമ്മ അമ്മായി എന്നെ തല്ലിയത് പറയും. അത് പിന്നെ അങ്ങനെ തന്നെ അല്ലേ ഉള്ളൂ അവർ ചെയ്യാമെന്ന് ജലജയും പറയും. എന്തായാലും നമുക്ക് കാണാം, ഇനി വരാൻ പോണ ഇത് എപ്പിസോഡുകൾ കാണാം. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ പറയുക. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നല്ലൊരു ദിവസം ആവട്ടെ എല്ലാവർക്കും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് എനിക്കുണ്ടാവണം കേട്ടോ. ആരും നമ്മളെ കൈവെടിയില്ല എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. താങ്ക് യു.